എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മിക്കവാറും ഗ്ലാസ് അക്വേറിയം ചെയ്യുമ്പോൾ കളർ സ്റ്റോണുകൾ വാങ്ങിയിടുന്നത് പതിവാണ്. ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാതെ അധികം ചിലവൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള കല്ലുകൾ നമ്മുടെ മുറ്റത്ത് നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഈ ചുടുകട്ടയുടെയോ ഓടിൻ്റെയോ ഒന്നും ചെറിയ പീസുകൾ എടുക്കാതെ പ്രകൃതിയായി കാണപ്പെടുന്ന കല്ലുകൾ തന്നെ വേണം നമുക്കിതിനായിട്ട് തിരഞ്ഞെടുക്കാൻ. ഞാനങ്ങനെ കുറേ കല്ലുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അവ വെള്ളത്തിലിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി മണ്ണും ചെളിയും എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കല്ലുകളെടുത്ത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഫാബ്രിക് കളറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് കുറച്ചെടുത്ത് ഞാൻ ഈ കല്ലുകളിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഈ കല്ലുകളുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിച്ചിരിക്കണം. അടപ്പുള്ള ഒരു ചെറിയ കണ്ടെയ്നറിലോട്ട് ഈ കല്ലുകൾ ഇട്ടതിന് ശേഷം കുറച്ച് കളറും അപ്ലൈ ചെയ്ത് അത് അടപ്പ് ടൈറ്റ് ചെയ്തതിന് ശേഷം നന്നായി ഷേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കല്ലുകളിലെല്ലാം കളർ പിടിക്കും. പക്ഷേ ഒരുപാട് കളർ വേസ്റ്റായി പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാതെ ജസ്റ്റ് ബ്രഷ് കൊണ്ട് മാത്രമേ ഇതിൽ കളർ മിക്സ് ചെയ്തെടുക്കുന്നത്. യാതൊരു കാരണവശാലും ഈ കളറിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കല്ലിൻ്റെ ഡാർക്ക് കളറായിരിക്കും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഞാനിവിടെ കുറേയേറെ കളറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ പെയിൻ്റെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കല്ലുകൾ പരസ്പരം സ്പർശിക്കാത്ത രീതിയിൽ വെച്ചൊന്ന് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഞാനങ്ങനെ കുറേ കല്ലുകൾ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. 2 ദിവസമെങ്കിലും ഇത് വെള്ളത്തിൽ കിടന്നാൽ മാത്രമേ ഈ പെയിൻറ്റിലെ കെമിക്കൽസിൻ്റെ എല്ലാം അംശങ്ങളെല്ലാം പോയി ഇത് നന്നായിട്ട് ലഭിക്കുകയുള്ളൂ. അല്ലാതെ ഇത് അക്വേറിയത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് മീനുകളെ ദോഷകരമായി ബാധിക്കാം. ഇത് വെള്ളത്തിൽ നിന്നെടുത്ത് നന്നായി ഉണക്കിയെടുത്തതാണ്. ഇതിനി നമുക്ക് ഡയറക്റ്റ് അക്വേറിയത്തിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഫാബ്രിക് അല്ലെങ്കിൽ അക്രിലിക് കളർ ഉള്ളവരെല്ലാം ഇത് വീട്ടിലൊന്ന് ചെയ്ത് നോക്കേണ്ടതാണ്. പല കളറുകൾ മിക്സ് ചെയ്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കളറുള്ള കല്ലുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായതൊന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.